തന്നെയാ നമ്മൾ മലയാളികളെ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ മേപ്പാടി ദുരന്തത്തിൽ മലയാളികളെല്ലാം കൈയഴിച്ചു. സഹായത്തിൻ്റെ അത് എത്രത്തോളം ആൾക്കാർ സഹായിച്ചു എന്ന് നമുക്കറിയാൻ വയ്യ. പക്ഷെ അതിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമ്മളെല്ലാം എത്ര മണ്ടന്മാരാക്കുകയാണ് ഈ സർക്കാർ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പൈസയുടെ കണക്ക്, അതിനെക്കുറിച്ച് ആദ്യമേ എല്ലാവർക്കും സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനെതിരെ പറഞ്ഞവരെല്ലാം അനുഭവിച്ചത് ചില്ലറയല്ല. അവര് സമൂഹ മാധ്യമങ്ങളിലായാലും നിയമപരമായാലും നിരവധി അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ടുകളെ കുറിച്ച് തന്നെ അതൊന്ന് നോക്കിയാൽ എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു മുക്കലുണ്ടോ? ഒരു ശരീരം ദഹിപ്പിക്കാൻ 75,000 രൂപ ആ ക്യാമ്പിലെ ചന്ദനത്തടി കൊണ്ടാണ് ഇവര് അല്ല ക്യാമ്പിലെ ജനറേറ്ററിന് 7 കോടി രൂപയെന്ന്. എന്തോ ചേച്ചി ഇതൊക്കെ സാധാരണക്കാരന്റെ പണം കട്ടുകൊണ്ട് പോകുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്നിട്ട് ദുരിതാശ്വാസ നിധിയിൽ പണം ഇടരുതെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവനെതിരെ കേസ്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യനാണോടാ നീ എന്നൊക്കെ ചോദിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയവർക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ റൂമുകളിൽ ഈ നാട്ടുകാർ കൊടുത്തയച്ച സാധനങ്ങൾ, സംഘടനകൾ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന സാധനങ്ങൾ മുറികളിൽ നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. മരുന്നുകളായാലും ശരി, വെള്ളം, എല്ലാ അവിടെ ഉള്ളവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നാട്ടുകാർ കൊടുത്തതാണ്. അതിൽ ഒരു കുപ്പി വെള്ളത്തിന് പോലും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ എടുക്കേണ്ടി വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അന്നും അവിടെ ഉള്ള ചില സാമൂഹ്യ പ്രവർത്തകരുണ്ടായിരുന്നു. അവർ ഇത് ആശങ്ക പ്രകടിപ്പിക്കുമായിരുന്നു. അതായത് ഇവിടെ ഇപ്പൊ ഈ ഭക്ഷണം, ഉച്ചഭക്ഷണം എന്നല്ല, 3 നേരമുള്ള ഭക്ഷണം വരെ അവിടെ സന്നദ്ധ സംഘടനകൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോ ഈ കൊടുക്കുന്ന കണക്കുകളെല്ലാം ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കണക്കിൽ എഴുതി ചേർക്കുമെന്ന് മുൻപ് ഈ ആരോപണങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഓഡിറ്റിംഗ് ഇല്ല, ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്. അത് ഉദ്യോഗസ്ഥർ ഓഡിറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നതെന്നാണ് എല്ലാവരും വാദിച്ചത്. പക്ഷേ അന്നും അവിടെയുള്ള ആൾക്കാർ ചോദിച്ച ചോദ്യം, ഓഡിറ്റിംഗ് നടക്കും, ഓഡിറ്റിംഗിൽ എന്ത് കണക്കാണ് ഇവർ കണക്ക് കൃത്യമായി വരവ് എത്ര ചെലവ് എത്ര എഴുതി കാണിച്ചാൽ ഇത്ര രൂപ വന്നു, ഇത്ര രൂപ ചെലവാക്കി, അത് തന്നെ ആ എഴുതുന്നത് മുഴുവൻ എന്നാണ് ഈ നാട്ടുകാർ കൊടുത്ത സാധനം, ആ കുപ്പി വരെ, ആ കുപ്പിയിൽ കൊടുത്ത വെള്ളം വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചേർത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിലെ കണക്കുകൾ ഭീമമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചിലവഴിച്ചത് ആർക്കാണ്? വോളണ്ടിയർമാർക്കാണ് എന്നാണ് കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ. മറ്റേ നിലമ്പൂരിൽ നിന്ന് ചന്ദനത്തടി കൊണ്ടുവന്നാണോ ഈ പാവങ്ങളുടെ മൃതദേഹം ദഹിപ്പിച്ചത്? ഇതൊക്കെ ജനത്തോടെങ്കിലും ഹാഷ്മി എടുത്തിട്ട് അലക്കുന്നുണ്ട് ജനകീയ കോടതിയിൽ ആളാവാൻ വേണ്ടി. ഈ അടയ്ക്ക് ഹാഷ്മി ഇപ്പൊ മറുപടി പറയണം. അന്ന് അഖിൽമാരാർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന്. നിരവധി പേരാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അനുകൂലിച്ച് അതിൽ കൊടുക്കണം, അല്ലാത്തവര് രാജ്യദ്രോഹികളെന്ന് മട്ടിലായിരുന്നു അന്ന് സംസാരിച്ചത്. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപ ചെലവിട്ടെന്ന്. എന്തിന്? മരണപ്പെട്ടു പോയ ഒരാളെ ആ കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് കുഴിച്ചു മൂടുന്നതിനോ? 72 കോടി രൂപ. ഇതൊരു ഞെട്ടിക്കുന്ന കണക്ക്. നമ്മളൊക്കെ തലയിൽ കൈവച്ച് പോകണം. ആകെ കൂടെ കയ്യും കാലും മാത്രം കിട്ടിയ മനുഷ്യർക്ക് ഇവര് 2 കോടി ചെലവാക്കി കാണും. മനുഷ്യ മനസാക്ഷിക്ക് ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ആരും മാറിയിട്ടില്ല. മേപ്പാടി ദുരന്തത്തിന്റെ കാഴ്ചകളിൽ നിന്ന് ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവഴിച്ചത് 11 കോടിയെന്ന്. അവിടെ എന്തോ വല്ല ബനാറസിന്റെ സാരിയും കാഞ്ചീപുരത്തിന്റെ തുണികളുമാണോ കൊടുത്തത്? അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സാധനങ്ങൾ കുത്തിനിരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തും ഇവിടെ സെന്റ് ജോസഫ് സ്കൂളിൽ സാധനങ്ങൾ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യത്തിലധികം സാധനങ്ങളുണ്ട്, ഇനി ഒന്നും കൊണ്ടുവരരുതേ എന്ന് പറയുമ്പോഴാണ് ഇവിടെ സെന്റ് ജോസഫ് സ്കൂളിലെ ഈ കളക്ഷൻ സെന്ററിൽ ആവശ്യത്തിലധികം സാധനങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുമായിരുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തു? ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇതെല്ലാം ചെലവാക്കിയത് എങ്കിൽ ഇനി അതായത് കൂലിപ്പണിക്കാർ പോലും അവർക്ക് ഇല്ലാത്തതിൽ നിന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വന്തം വസ്ത്രശാലയിൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തവരും ഒക്കെ വെറും വിഡ്ഢികളായി. അത് മാത്രമല്ല ചേച്ചി, പ്രവാസികള് ചൂടത്ത് കിടന്ന് വെയില് പോലും വകവയ്ക്കാതെ ചെന്ന് കിടന്ന് ജോലി ചെയ്യുന്ന പ്രവാസികൾ, അവരുടെ പണം ഇവിടെ എത്തി. ഇവിടത്തെ പാവപ്പെട്ടവന്റെ 100 രൂപ അയച്ചു
കൊടുത്തവരുണ്ട്. 100 രൂപ, കാരണം ഗതിയില്ലാതെ 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് പണി ചെയ്തിട്ട് 100 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തവരുണ്ട്. അവരൊക്കെ ആരായി? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക്, സഹാക്കന്മാരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ എന്തിന് ദുരിതാശ്വാസ നിധി? ഇത് കാണുമ്പോൾ സഖാക്കന്മാർ ചോദിക്കും, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ റിപ്പോർട്ട് കിട്ടിയെന്ന്. അതായത് പൊതുപ്രവർത്തകനായ ജെയിംസ് വടക്കൻ ആവശ്യപ്പെട്ട പ്രകാരം ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്തതാണ് ഈ രേഖ. ഇവരുടെ ചെലവാക്കിയ ജനങ്ങളോട് പറയാനുള്ള എല്ലാവരും ഇനിയൊരു ദുരന്തം വരുമ്പോഴും ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ പണം കൊടുക്കണം. അതിന്റെ കുറച്ച് കണക്കുകൾ ഞങ്ങൾ പറഞ്ഞു തരാം. ഇതും കൂടെ കേട്ടിട്ട് വേണം പ്രവാസികളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ അന്വേഷിച്ച് കണ്ടെത്തി അവർക്കത് കിട്ടാൻ യോഗ്യതയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരുടെ കൈകളിലേക്ക് എത്തിക്കൂ. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000, അതായത് ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ച്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ 2,98,00,000. 5,000 പേർക്ക് എന്ന് കൂട്ടിയാൽ തന്നെ ഒരു ടച്ച്, ഒരു റെയിൻകോട്ട്, അംബ്രല, ഗംബൂട്ട്സ് ഏകദേശം 6,000 പെർ സെറ്റ്. ബെയിലി പാലത്തിന്റെ അടിക്കല്ല് നിരത്തിയത് 1 കോടി രൂപ. ബാക്കിയൊന്ന് പറഞ്ഞേ. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 17 കോടി. ഇന്ത്യൻ എയർഫോഴ്സ് 7 കോടി. 7 കോടി. ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടി. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ 4 കോടി. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ 2 കോടി. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ 15 കോടി. മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണം, വെള്ളം അതെല്ലാം 10 കോടി. അവിടെ ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു കുപ്പി വെള്ളത്തിന് പോലും ഇതിന്ന് പൈസ എടുക്കേണ്ടി വന്നിട്ടില്ല. ഈ ലോകത്ത് നിന്നെല്ലാം എന്താണ് ആ വെള്ളപ്പാച്ചിലിനേക്കാളും കുത്തി ഒലിക്കലായിരുന്നു ഈ സഹായങ്ങൾ. അതെ അതെ, ഇല്ലേ? ഹെവി എക്യുപ്മെന്റ്, ക്രെയിൻസ് എന്നിവയ്ക്ക് ചിലവായത് 15 കോടി. ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചിലവ് 8 കോടി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് ചിലവ് 11 കോടി. ഇടയ്ക്ക് ഭക്ഷണ വിതരണം, സൗജന്യ ഭക്ഷണ വിതരണം ഇവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അന്നേ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരു ദിവസമെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു ദിവസത്തെ ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുത്തതിന് ശേഷം ഈ മുഴുവൻ ആഹാരവും ഇതിൽ നിന്നാണ് കൊടുത്തത് എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. അടിച്ചുമാറ്റലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതില് ദുരിതാശ്വാസ നിധിയിലെ കണക്കല്ലേ പുറത്തു പോകുന്നത്. ഇതില് ദുരിതം അനുഭവിച്ചവർക്ക് എവിടെ കിട്ടി? ഇതില് ഒരു തമാശ, ഒരു കോമഡിയിൽ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ പറയാൻ പറഞ്ഞപ്പോൾ ആ പൈസയൊക്കെ എവിടെ പോയെന്ന് വെച്ചപ്പോൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ദുരിതം വരുമ്പോൾ ആശ്വാസത്തിന് എടുക്കേണ്ട നിധിയാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഇവിടെ കാണുന്നത് അത് തന്നെയാണ്. നമ്മളിത് തമാശയായിട്ട് പറയുന്നെങ്കിൽ പോലും ഗൗരവമുള്ള കാര്യമാണ്. എത്ര കിട്ടിയാലും മലയാളികളും പ്രവാസികളും ഒന്നും പഠിക്കില്ല. വീണ്ടും കൊണ്ടുവന്ന് ഇവന്റെ കണ്ണാക്കിലിട്ട് കൊടുക്കും. വീണ്ടും കൊണ്ടുവന്ന് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുവന്ന് പണം ഇട്ട് കൊടുക്കും. വീണ്ടും ഇതുപോലെ പറ്റിച്ചും കട്ടും മുടിപ്പിച്ചും ജനങ്ങളെ മുഴുവൻ പറ്റിക്കും. ഒരു ദുരന്തം വരാൻ വേണ്ടി കാത്തിരിക്കും. കാരണം ദുരിതാശ്വാസ നിധി ഉണ്ടാക്കാൻ, അതിലേക്ക് പണം നിറയ്ക്കാനായിട്ട്, എന്നിട്ട് ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാനായിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ പാവം ക്യാമ്പിൽ കിടക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കുക. മണ്ണും പോയി, വീട് പോയി, വസ്ത്രങ്ങൾ പോയി, ബന്ധപ്പെട്ടവർ പോയി, ഇനി ആ പ്രദേശമേ ഒലിച്ചു പോയി. അടിച്ചു മാറ്റി വിഴുങ്ങിയിട്ട് ഇനി എവിടെ പുനരധിവാസം ഇതാകും? എന്നിട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കില്ല, ഇനി അതും കൂടെ വാങ്ങിച്ച് ഇവന്റെയൊക്കെ വീട്ടിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല എന്ന് കിടന്ന് വിളിക്കുന്നത്. ഇതൊന്നും വെറുതെ വിടാൻ പറ്റൂല. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും. പിന്നെ ഒരു കാര്യം, LDF വന്നാലും UDF വന്നാലും ഇതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ മറ്റവന്മാർ കുറച്ചെങ്കിലും ഒരു നന്മ കാണിക്കും. ഇത് അതുപോലും കാണിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്തിനു വേണ്ടിയിട്ടുണ്ട്? ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പെട്ടെന്നുള്ള ആവശ്യത്തിന് അതിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കണം. അതാണ് അതിന്റെ ഒരു പ്രധാന ഉദ്ദേശം. പക്ഷേ ഇപ്പൊ നമ്മുടെ നാട്ടില് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുമ്പോൾ നാട്ടുകാരിൽ നിന്നെല്ലാം കൂടെ സഹായം സ്വീകരിച്ച് അവിടേക്കുള്ള കാര്യങ്ങളെല്ലാം നടത്തി തീർക്കുകയും പൈസയായി കിട്ടുന്നതെല്ലാം ഇതുപോലെ ഓരോരുത്തരുടെയും പോക്കറ്റിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ്. ഇനി ചിലപ്പോൾ നമുക്കെതിരെയും നടപടി ഉണ്ടാവും. എന്തുണ്ടായാലും ഒരു കുഴപ്പമില്ല. പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്ന ഒരുത്തരെയും വാർത്തകൾ കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് പാവങ്ങളുടെ ദുരിതത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഇനിയെങ്കിലും മറക്കാതെ ഇരിക്കുക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സഹാക്കന്മാർ.